അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്താനുള്ള സാധ്യത മങ്ങിയതായി കായിക മന്ത്രിയുടെ ഓഫീസ്. ഡിസംബറിൽ ഇന്ത്യയിലെത്തുന്ന മെസ്സിയുടെ ഷെഡ്യൂളിൽ കേരള സന്ദർശനമില്ല. കൃത്യസമയത്ത് ആശയവിനിമയവും സാമ്പത്തിക ഇടപാടും നടന്നില്ല എന്നാണ് സൂചന. സലീം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? പല ഘട്ടങ്ങളിലായി ഇങ്ങനെ പല വാർത്തകൾ വന്നതാണല്ലോ സലീം. ഉന്മേഷ്, മെസ്സിയും അർജന്റീന ടീമും ഇന്ത്യയിലേക്ക് എന്നുള്ള വാർത്ത അത് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. അതിനിടയിൽ തന്നെ പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഉള്ളപ്പോഴൊക്കെ 24 തന്നെ ആ സന്ദർശനത്തിന്റെ സാധ്യത മങ്ങുന്നു എന്നുള്ള വിവരം പുറത്തറിയിച്ചതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് സർക്കാരും ഒപ്പം തന്നെ സ്പോൺസർമാരും പല ഘട്ടത്തിലും മെസ്സി വീണ്ടും എത്തും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം അത് ഔദ്യോഗികമായി കായിക മന്ത്രിയോ സ്പോൺസറോ സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും മെസ്സി കേരളത്തിലേക്ക് ഉടനെന്നും എന്തായാലും ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷം മെസ്സിയുടെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് മെസ്സിയുടെ ഷെഡ്യൂളിൽ ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തും. പക്ഷേ അതിൽ കേരള സന്ദർശനമില്ല. 4 ദിവസമാണ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. ഡിസംബർ 12-ന് കൽക്കത്തയിലാണ് മെസ്സി എത്തുന്നത്. അതിന് പിന്നാലെ ഡൽഹിയിലെയും അഹമ്മദാബാദിലും സന്ദർശനം നടത്തും. മുംബൈയിലും മെസ്സി സന്ദർശനം നടത്തും. പക്ഷേ ആ ഷെഡ്യൂളിൽ കേരളമില്ല. അതിനുശേഷം പിന്നീട് ഒരു പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം അടുത്ത വർഷത്തേക്ക് വരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ലോകകപ്പ് വർഷം പ്രധാനപ്പെട്ട താരങ്ങളും പ്രധാനപ്പെട്ട ടീമുകളും മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് അത്തരത്തിലുള്ള സന്ദർശനത്തിനായി പോവുകയുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി. മാത്രമല്ല, ഇതിൽ ഈ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ കൃത്യമായ സാമ്പത്തിക വിഷയങ്ങളാണ് എന്നുള്ളതാണ്. 60 കോടി രൂപ ഇതിനോടകം അർജന്റീന ടീമിന് സ്പോൺസർ നൽകി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ 180 കോടിയിലധികം രൂപയാണ് അതുമായി ബന്ധപ്പെട്ട ചിലവാകുന്നത്. അതിലെ പൂർണ്ണമായും അക്കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. സ്പോൺസർക്കും സർക്കാരിനും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തുക, ഈ നൽകിയ 60 കോടി രൂപ തന്നെ തിരികെ നൽകുന്ന കാര്യവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രണ്ടാമത് ആലോചിക്കും. കാരണം കരാർ ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഈ ചാർട്ടിംഗ് നേരത്തെ തന്നെ ഇത് ബുക്ക് ചെയ്തത് കാരണം മറ്റ് ടൂർണമെന്റുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള സന്ദർശനമോ അർജന്റീന ടീമിനായി ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു വലിയ വിഷയം ആ നിലയിലും നടക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിൽ ഈ പണം തിരികെ നൽകാനുള്ള സാധ്യതയും മങ്ങുകയാണ്. നിലവിൽ 2024 നവംബറിൽ കേരളത്തിലേക്ക് മെസ്സിയും സംഘവും എത്തും എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നാലെ സ്പോൺസറെ ചൊല്ലിയുള്ള ചില വിഷയങ്ങളുണ്ടായി. അതിന് പിന്നാലെ മറ്റൊരു സ്പോൺസർ വരികയും ആ സ്പോൺസർ ഈ സന്ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പണമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരു വലിയ തുക അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അതിലെ ചർച്ചകൾ പൂർത്തിയാകാത്തതാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം. ഒപ്പം മെസ്സിയുടെ പുതിയ ഷെഡ്യൂൾ പ്രകാരം ഡിസംബറിലേക്ക് എത്തുന്നതോടുകൂടി ഇനി എന്തായാലും ഈ വർഷവും അടുത്ത വർഷവും കേരളത്തിലേക്ക് മെസ്സി എത്താനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലോകകപ്പ് തുടങ്ങുന്ന വർഷം 2026-ൽ ഏതെങ്കിലും നിലയിൽ മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീന ടീമോ ഏതെങ്കിലും പുതിയ ചാർട്ടിംഗ് സ്വീകരിക്കുകയുമില്ല. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അർജന്റീന ടീം കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത ഒന്നുകൂടി മങ്ങുന്നു എന്നാണ് സലീം മാലിക് ഇപ്പോൾ അറിയിക്കുന്നത്. കായിക മന്ത്രിയുടെ ഓഫീസ് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തുന്നുണ്ട്.